ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലോകത്തിലെ ഏറ്റവും ആർദ്രതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള ബന്ധം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അവൻ അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിലേക്ക് ആദ്യമായി പിറക്കുന്നത് മുതൽ കരഞ്ഞു തുടങ്ങുന്നത് പോലും ഒരുപക്ഷെ ഉമ്മാ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അല്ലേ. അതിനുശേഷം അവർക്ക് കിട്ടുന്ന ആ ഒരു മുലപ്പാലിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് ആ അമ്മയുടെ സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാ മക്കളിലും അമ്മയെക്കുറിച്ചുള്ള വാത്സല്യം കൂടുതലായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. അച്ഛനോടില്ലെന്നല്ല, പക്ഷെ ആ ഒരു ബന്ധത്തിന് കൂടുതൽ ഇഴയെടുപ്പ് ഉണ്ടാവുന്നതിന് കാരണം അത് തന്നെ ആയിരിക്കും. ഒരു കുഞ്ഞിൻ്റെയും കരച്ചിൽ ആർക്കും തന്നെ പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. നമ്മൾ എത്ര കഠിനമായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്തായാൽ പോലും ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ചിരി കണ്ടു കഴിഞ്ഞാൽ എത്ര സങ്കടം പോലും നമുക്ക് ഒരു സെക്കൻഡിലേക്ക് അല്ലെങ്കിൽ മറക്കാൻ കഴിയും. നമ്മളും അറിയാതെ ചിരിച്ചു. അതാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരുത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ശക്തി എന്ന് പറയുന്നത്, സ്നേഹത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. കാരണം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. അവർക്ക് പാല് കൊടുക്കേണ്ട, മധുരം കൊടുക്കേണ്ട, അവരുടെ സ്നേഹവായ്പ കൊടുക്കേണ്ട അമ്മമാരും എല്ലാം ഈ പറയുന്ന മണ്ണിനടിയിലായി പോയിട്ടുണ്ട്. അപ്പം അവർ വിശന്ന് വലയുന്ന സമയത്ത് ഇതേ സ്ഥിതിയിലൂടെ അനുഭവിച്ചു പോയിട്ടുള്ള ഒട്ടനവധി സ്ത്രീകൾ ഇപ്പം കാണും. കാരണം എല്ലാവർക്കും ഫീഡിംഗ് ഒന്നും ഇപ്പോൾ സാധ്യമല്ല. അത് എന്തുകൊണ്ട്? ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ലിക്വിഡാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലതരത്തിലുള്ള പാലുൽപ്പന്നങ്ങൾ ലിക്വിഡ് ആക്കിയിട്ടാണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ള അമ്മയും മക്കളും തമ്മിലുള്ള ഇഴയെടുപ്പം അവിടെ ശരിക്കും കുറഞ്ഞു പോകുക തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിലൂടെ കിട്ടുന്ന ആ ഒരു മുലപ്പാൽ ചുരന്നു കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന ഒരു വാത്സല്യത്തിൻ്റെ ആ ഒരു ഇഴയെടുപ്പും അവരുടെ തലയിൽ തടവുന്നതും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞിന് ഒരുപക്ഷെ നമുക്കറിയാം അവരുടെ കണ്ണുറയ്ക്കുന്ന, അല്ലെങ്കിൽ അതായത് കൃഷ്ണമണി ഉറയ്ക്കുന്നത് ഏകദേശം 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ സ്നേഹത്തെ പെട്ടെന്ന് തൊട്ടറിയാൻ അവർക്ക് കഴിയും. അപ്പം അങ്ങനത്തുള്ള അവസ്ഥയിലാണ് ഇത്തരം കുട്ടികൾ, ഒരുപാട് കുട്ടികളാണ് വിശന്ന് കരയുന്നത്. വലിയവർക്കുള്ള ആഹാരം എങ്ങനെയും പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റും, പക്ഷേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ആ സമയത്താണ് നമ്മുടെ ഈ പറയുന്ന ഇടുക്കി ജില്ലയിലെ സജിനും ഭാവനയും വ്യത്യസ്തരാകുന്നത്. ഒരുപാട് പേർക്ക് പണം കൊണ്ട് 5 കോടിയോ 10 കോടിയോ ഒക്കെ, അതൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വലിയൊരു തുക തന്നെയാണത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ തുകയ്ക്ക് മുകളിൽ വരുന്നൊരു വാത്സല്യമാണ് ഇതെന്ന് പറയുന്നത്. ഒരമ്മയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത്, അത് എല്ലാ അമ്മമാർക്കും ചെയ്യാനും കഴിയില്ല. ചിലവർക്ക് എന്തൊക്കെയോ ഇതിൻ്റെ കാര്യത്തിൽ പോലും എൻ്റെ മക്കളല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില അമ്മമാർ കാണും. അതല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തറിഞ്ഞാൽ നാണക്കേട്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ശരിക്കുണ്ട്, 1% ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് നമ്മുടെ ഭാവന എന്ന് പറയുന്നത്. ഈ ഒരു വാർത്ത കണ്ട സമയത്ത് ഉറപ്പായിട്ട് ഇതൊന്ന് പറയണമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ്. ഇതൊരു വലിയൊരു ദുരന്ത ഭൂമിയാണ്. ഒരുപാട് സങ്കടം നേരിടുന്നുണ്ടെങ്കിലും ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിരിക്കാൻ തോന്നി, അല്ലെങ്കിൽ സന്തോഷിക്കാൻ തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ അധികം പണമൊന്നുമില്ല, പക്ഷേ അവിടെ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ എൻ്റെ ഭാര്യ റെഡിയാണെന്ന് പറഞ്ഞ ആ സജിൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനാണ് ആദ്യത്തെ പ്രോത്സാഹനം നൽകേണ്ടതെന്ന് പറയുന്നത്. അതിനുശേഷം 2 മക്കളുടെ അമ്മയാണ് അവരെന്ന് പറയുന്നത്. 4 മാസമുള്ള ഇളയ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സമയത്ത് അവരെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യം ഇതായതുകൊണ്ട് അവർ പുറപ്പെട്ട് അതിനുവേണ്ടി അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയോ കുട്ടികൾക്ക് ആ ഒരു സ്നേഹവായ്പ നൽകാൻ തയ്യാറായ ആ അമ്മയുടെ മനസ്സെന്ന് പറയുന്നത്, അത് എത്ര പ്രശംസിച്ചാലും എത്ര എത്ര പുകഴ്ത്തിയാലും സത്യത്തിൽ മതിയാവില്ല. അങ്ങനെ ഒരു മനസ്സിനുടമ എന്ന് പറയുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും പാല് കൊടുക്കാനായിട്ട് അധിക നേരം ഇരിക്കാൻ താല്പര്യമില്ലാത്തൊരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇറിറ്റേഷനാണ് ഈ പറയുന്ന പല ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. ആ സമയത്ത് കരയുന്ന കുട്ടികൾക്കെല്ലാം എന്നെക്കൊണ്ടാവുന്നത് ഇതാണെങ്കിൽ ഞാൻ ചെയ്തേക്കാം എന്ന് പറയുന്ന ആ വലിയൊരു മനസ്സിന് ആരും കാണാതെ പോകരുത്. അതിൻ്റെ ഇടയിലേക്ക് ഈ പറയുന്ന മറ്റു പല കാര്യങ്ങളെയും കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ കാര്യത്തിൽ. വയനാടാണ് ദുരന്തം നടന്നിട്ടുണ്ടെങ്കിലും മരിച്ചവരുടെ പല ഭാഗങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നാണ് വീഴുക. ചാലിയാർ പോലുള്ള പുഴയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് എത്തി, നിലമ്പൂരും മറ്റു സ്ഥലങ്ങളിലും എത്തി. അവിടെയുള്ള മനുഷ്യർ ഒരു തരത്തിലുള്ള ഈ വകഭേദവും നോക്കാതെ, നീ ഏത് ജാതിയിൽ പെട്ടതാണ്, നീ ഏതാണ് എന്ന് നോക്കാതെയാണ് പല ആൾക്കാരാണ് കൈത്താങ്ങായി മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ അവസാന ആ ശരീരത്തെ, ജീവനറ്റ ശരീരത്തെ പിടിച്ച് പൊന്തിയത്, അല്ലെങ്കിൽ കരയിലേക്ക് വലിച്ചിട്ടത് മതം നോക്കിയോ ജാതി നോക്കിയോ വർണ്ണം നോക്കിയോ വർഗം നോക്കിയോ ഒന്നുമല്ല. അപ്പം എവിടെയോ ജനിച്ചവരാണ്, എവിടെയോ ഉള്ള ആൾക്കാരാണ് അവസാനം ഏന്തിയത്. പിന്നീട് കുറേ ആൾക്കാർ ചേർന്ന്, നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് പേരുടെ ജീവനറ്റ ശരീരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഈ പറയുന്ന അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്
വലിയ പാടായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഒന്നിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് പലതും. അപ്പോൾ ആ സമയത്ത് പോലും നമുക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ കുഴിമൂടുന്ന ആരാണെന്ന് നമുക്കറിയില്ല. അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിൽ ഇതിൻ്റെ ഇടയിൽ പോലും നമുക്ക് ഇങ്ങനൊരു ഇഷ്യൂസ് വരുന്ന, നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഇഷ്യൂസ് നടക്കുന്ന സമയത്തും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഇത് രാഷ്ട്രീയവും മതവും മാത്രം കലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില കീടങ്ങളും ഉണ്ട്. ആ കീടങ്ങളെയാണ് നമ്മൾ തുരത്തേണ്ടതെന്ന് പറയുന്നത്. മനുഷ്യത്വമില്ലാത്ത ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോഴും ഇത് ഞങ്ങൾക്കൊന്നും ബാധകമല്ല, ഞങ്ങൾ ഈ ഭൂമിയിലുള്ളവരെ അല്ല എന്ന് സന്തോഷിച്ച് നടക്കുന്ന ചില നികൃഷ്ട ജീവികളും ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം നമ്മൾ എവിടെ ജനിച്ചാലും, ഏത് മതത്തിൽ ജനിച്ചാലും, ഏത് സംസ്കാരത്തിൽ വളർന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം മുടിയും, നശിക്കും. ആ സമയത്ത് നമുക്ക് കൈത്താങ്ങാകുന്നത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല, ഒരു തരത്തിലുള്ള കാര്യങ്ങളും ആയിരിക്കത്തില്ല. ഏതെങ്കിലും പാവപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ പറയുന്ന ചില ആൾക്കാർ നികൃഷ്ടമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര പണത്തിൻ്റെ മേൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആൾക്കാർക്ക് പാവങ്ങളെ കാണുമ്പോൾ ഭയങ്കര അറപ്പും വെറുപ്പുമായിട്ട് തോന്നിയ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു കാര്യമൊന്നും അതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. എവിടെ ഈ വെള്ളത്തിനകത്ത് എത്ര ഈ പറയുന്ന ചെറ്റക്കുടിലിൽ കിടന്നാലും, ഇരുന്നല വീട്ടിൽ കിടന്നാലും, മണിമാളികയിൽ കിടന്നാലും അവസാനം എന്ന് പറയുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ, ഭൂമി ഒന്ന് വിചാരിച്ചാൽ, പ്രകൃതി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയെന്ന് പറയുന്നത്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളായി പോയി പലരുടെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മരണം കാത്തു നിൽക്കുന്നത് ഏതവസ്ഥയിലാണ്, നമ്മൾ ഇനിയുള്ള ഓരോ ദിവസത്തിലും എന്തായി തീരും, അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തൊരു ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എന്തിനു വേണ്ടി തമ്മിലടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരമില്ലായ്മയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പം ഇതിനെ പോലും വളച്ചൊടിക്കുന്ന, ഇതിനിടയിലേക്ക് വന്ന് രാഷ്ട്രീയം കലർത്തുന്ന, മതം കലർത്തുന്ന ഒരുപാട് എന്തു പറയുന്നത് വിഷജന്മങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഒരു ചെറിയൊരു എന്തു പറയുന്നത് വിവരമില്ലായ്മയായി കണ്ടുകൊണ്ട് നമുക്ക് തള്ളി മാറ്റി കളയാൻ കഴിയുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു വിഷയം കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാനും ഒരു അമ്മയാണ്. പക്ഷേ ഈ പറയുന്ന കണക്ക് ഇത് കണ്ട സമയത്ത് എന്താ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ടോ കഴിയില്ല ഒരു സഹായവും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ തന്നെ ചെയ്യും. അത് ബാക്കിയുള്ളവരെ അറിയിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പം ഈ ഒരു പ്രവൃത്തി വസ്ത്രം നൽകുന്നതിനേക്കാളും ഈ പറയുന്ന വസ്ത്രം നൽകുന്നതിന് കുറച്ച്, ഇനി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ ഒറ്റ വാക്ക് തപ്പിപ്പിടിച്ച് അതായിരിക്കത്തില്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ പോലും നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം നോക്കി കാണുന്ന 1% ആൾക്കാരുണ്ട്. അവരെ മാറ്റിക്കളയാൻ നമുക്ക് കഴിയത്തില്ല, അവരെ തിരുത്താനും നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് വസ്ത്രം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, എത്രയോ കോടി രൂപ കൊടുക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതൊക്കെ ഉദാര മനസ്സ് തന്നെയാണ്. പക്ഷേ ആ ഒരു തുള്ളി പാലുണ്ടല്ലോ, ആ പാലിന് ഇതിനേക്കാഴിയൊക്കെ വില കൂടുതലാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അത് എല്ലാ അമ്മമാർക്കും മനസ്സിലാവുന്നതാണ്. വിശന്ന് വലയുന്ന മക്കളുടെ കണ്ണീര് നേരിട്ട് കണ്ടിട്ടുള്ള അമ്മമാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരുടെ കരച്ചിൽ ഒരു അമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പെൺകുട്ടിക്ക്, ഭാവന എന്ന് പറയുന്ന പെൺകുട്ടിക്ക്, ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയ അമ്മമാർ ഓരോരുത്തരും ഇപ്പം മുകളിലിരുന്നത് കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് 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 എന്ന് പറയുന്നത് പുണ്യം അവരുടെ തലയിൽ പതിക്കെ തന്നെ ചെയ്യും. അവരുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് അവിടെ എത്രയും പെട്ടെന്ന് പരമാവധി മരിച്ചവരുടെ എണ്ണം കുറയട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമല്ലേ കഴിയത്തുള്ളൂ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാൻ പറ്റും. ഈ പറയുന്ന 30 വീട് മാത്രം ആ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന സമയത്ത് എന്തുമാത്രം വലിയ ദുരന്തം നടന്നെന്നും അതെന്താണെന്ന് നമ്മൾ ഓരോ സെക്കൻഡിലും കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും ഒരു ദുരന്തം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. ആ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ ഒരു തരത്തിലുള്ള ഒരു ഭേദമന്യേ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമേ നമുക്കും പ്രത്യാശിക്കാൻ കഴിയത്തുള്ളൂ ഈ സമയത്ത്. ഇതിനിടയിലെങ്കിലും ഇത്രയും വലിയ ഇഷ്യൂസ് വരുന്ന സമയത്തെങ്കിലും മറ്റു കാര്യങ്ങളെ കുത്തിച്ചേർക്കാൻ വേണ്ടി കഴുകൻ കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രമിക്കാതിരിക്കട്ടെ. കാരണം ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാവാം, പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഭൂമിയുടെ മാറ്റങ്ങളെ നമുക്കൊന്നും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മാറ്റിമറിക്കാനോ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പരമാവധി മനുഷ്യത്വം കാണിക്കുക, ഇതിനിടയിലും അത് മുതലെടുക്കാൻ ശ്രമിക്കാതിരിക്കുക.